പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരമാവധി ചുരുക്കി പറയാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹെടുക്കാൻ വേണ്ടിയിട്ട് അവസാന നിമിഷത്തില് അവിടുന്ന് റൂഹെടുക്കുന്ന സമയത്ത് റസൂലുള്ള ചോദിക്കുന്നുണ്ടത്രേ, എന്റെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുമ്പോ ഇങ്ങനെ വേദനിക്കോ? യാ ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിനൊരു വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് പറഞ്ഞ സന്ദർഭത്തില് അത്രമാത്രം വേദന അനുഭവിക്കുമ്പോൾ ശരിക്കും റസൂലുള്ളാഹിന്റെ റൂഹ് എടുക്കുന്നത് വെണ്ണയിൽ നൂല് വലിക്കുന്നത് പോലെയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചിട്ടുണ്ടത്രേ അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, എന്റെ ഉമ്മത്തിന്റെ റൂഹ് എടുക്കുമ്പോ ഇങ്ങനെ വേദനിക്കുമോന്ന്. ആലോചിക്കണം, റൂഹ് പിടിക്കുന്ന സമയത്ത് പോലും ഉമ്മത്തിനെ ഓർത്ത നായകനാണ് ഹബീബുനാ റസൂലുള്ളാഹി. പിന്നെ ആരെയാണ് സ്നേഹിക്കേണ്ടത്? മാത്രല്ല, റൂഹ് പിടിക്കുമ്പോ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട് തന്നെ. ഇതൊന്നും കാതുകൊണ്ട് കേൾക്കേണ്ട സാധനമല്ല, കൽബിലേക്ക് തുളച്ചു കയറേണ്ട സാധനമാണ്. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയാണ്, എന്റെ ഉമ്മത്തിലെ റൂഹ് പിടിക്കുന്ന വേദന എനിക്ക് തന്നു, ഞാൻ സഹിച്ചോളാം, എന്റെ ഉമ്മത്തിനെ വേദനിപ്പിക്കല്ലേ എന്ന്. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അതിന് സമ്മതം കിട്ടാത്തതുകൊണ്ട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് റൂഹ് പിടിക്കുകയാണ്. അത് പറഞ്ഞിട്ട് തന്നെ പിടിക്കുകയാണ്. ഞാൻ പറയട്ടെ, ആ സമയത്ത് പോലും റസൂൽ നമ്മളെ ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഹബീബ് എത്രമാത്രം ഈ ഉമ്മത്തിനെ സ്നേഹിച്ചിട്ടുണ്ടാവും. അവരല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. മാത്രമല്ല, റൂഹൊക്കെ പിടിച്ച് ഖബറിലേക്ക് എത്തി അവിടുന്ന് പുനർജനിപ്പിക്കപ്പെടുന്ന സമയത്ത് 4 മലക്കുകളെയാണ് ആദ്യമായിട്ട് പുനർജനിപ്പിക്കുക. അതിനുശേഷം അല്ലാഹുവിന്റെ പ്രവാചകരെ പുനർജനിപ്പിക്കുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ഐന ഉമ്മത്തി യാ ജിബ്രായീൽ, ജിബ്രീലേ എവിടെയാണ് എന്റെ സമുദായം? ജിബ്രീലേ, അവിടുന്ന് ആലോചിച്ചോക്കാണ്, ആയിഷ ബീവി എവിടെയെന്നല്ലേ ചോദിക്കുന്നത്, എന്റെ അബൂബക്കർ എവിടെയെന്നല്ല ചോദിക്കുന്നത്. ജിബ്രീലേ എന്റെ സമുദായം എവിടെയാണെന്ന് ചോദിക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് ആശുപത്രിക്ക് പോയാലും അവിടെ നമുക്കറിയാലോ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാകും ശഫാഅത്തുൽ ഉദുമ എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മളിങ്ങനെ ആദ്യം നബിന്റെ അടുത്ത് ചൊല്ലും, ബാപ്പാ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്തിനൊന്ന് കേഴണമെന്ന് പറയുമ്പോ ആദ്യം നബി തന്നെ ബേജാറിലാണ്. ആ പഴന്തീന്റെ കാരണത്തിലാണ്. അള്ളാഹു അത്രയും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ദിനമാണല്ലോ അന്ന്. അന്നിങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ചെന്ന് കേഴുമ്പോ പലരും നമ്മളെ കൈയൊഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചൊല്ലുമ്പോ ഉമ്മത്തിന് വേദനിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹി അവിടുന്ന് സുജൂദിലങ്ങ് കിടക്കാണ്. സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു ശഫാഅത്ത് നൽകാമെന്ന ഉറപ്പ് നൽകിയതിന് ശേഷമാണ് അത്രേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല പൊക്കുന്നത്. മഹ്ശറിൽ മാത്രമല്ല, സിറാത്ത് പാലം കടന്നാൽ പോലും നമ്മളെ കാത്തിരിക്കൂലേ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്ത് പാലത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. വേറെ ആരും ആ പാലം കടക്കോളം തിരിഞ്ഞോക്കൂല. എന്തിന്? അതിനൊക്കെ അപ്പുറം പോയാൽ നരകത്തിലേക്ക് പോകുന്നവരെ ഊരയിലേക്ക് പിടിച്ചിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി വേണ്ട, സ്വർഗം കണ്ട ഒരു നേതാവ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമായിരിക്കും. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. സ്വർഗം കണ്ടിട്ട് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനിനി പോടില്ല. സ്വർഗത്തിൽ നിന്ന് കടത്തിയ ആൾക്കാരെ പുറത്താക്കൂല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട്
ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കൊച്ചു കുട്ടികൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ചാല് ബെഞ്ചുമേ ഡെസ്കുമൊക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പോരൂലെന്ന് പറയണ മാതിരി മരത്തുമ പിടിച്ചിട്ട് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. മലക്ക് പുറത്ത് കടത്താൻ നോക്കുകയാണ്. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം രസമാണ്. അതായത് മൂപ്പർക്ക് ആദ്യം മരിക്കാൻ പൂതിയായി, അങ്ങനെ മരിപ്പിച്ചെണ്ണം നടന്നു, അങ്ങനെ നരകം കാണിച്ചു കൊടുക്കാൻ പൂതിയായി, സ്വർഗം കാണിച്ചു കൊടുത്തു. അപ്പൊ സ്വർഗം കാണിച്ചു കൊടുത്തപ്പോ ഇദ്രീസ് നബി പറഞ്ഞു ഞാൻ ഈ പോകൂല എന്നാണ്. കാരണം സ്വർഗത്തില് കടത്തിയ ഒരാളെ പുറത്തെടുത്തൂല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്നായിട്ട് ആ മലക്കാണെങ്കിലോ കുടുങ്ങും ചെയ്ത്. കാരണം എന്താ വെച്ചാല് ഇദ്രീസ് നബിക്ക് സ്വർഗം കാണിച്ചു കൊടുക്കത്തതാണ്. ഏതായാലും ആ സംഭവത്തിൽ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തെടുത്തിട്ടില്ല. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടല്ലോ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ. പക്ഷെ ഹബീബ് നമ്മളെ കാണാൻ തിരിച്ചു വന്നില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഹബീബിനെ യഥാർത്ഥമായിരിക്കുന്ന മുഖ്ലിസായ ഹൃദയത്തോടുകൂടി ഖാലിസായ ഹൃദയത്തോടുകൂടെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഖൈർ എന്ന് പറയുന്നത്. ആ ഹബീബിനെ ഹൃദയത്തോട് ചേർത്തി വെക്കുക. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തോട് അനുധാവനം ചെയ്യുക. ഒറ്റ ഉദാഹരണം പറയാ, നമ്മൾ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അത് ഹബീബിന്റെ സുന്നത്ത് ആലോചിച്ചിട്ട് കുടിക്കുക. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോ, നമ്മൾ ചെരുപ്പിടുമ്പോ, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോ, നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ ഇതെന്റെ ഹബീബ് ചെയ്തിരുന്നല്ലോ എന്നാലോചിച്ചുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വീകരിക്കും, ഉറപ്പാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങോട്ട് പോയി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അവിടെ ഉണ്ട്, ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ സയ്യിദ് ഹബീബുല്ലാഹ് തങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ഇവരൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് എന്നുള്ളതാണ്. നമുക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒന്നുമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ്, അതന്നെ മതിയല്ലോ. എന്തിനാ എനിക്ക് വേറൊരു മഹത്വമൊന്നും വേണ്ടല്ലോ. ഈ സദസ്സിന് നമുക്ക് കിട്ടിയ വലിയൊരു വരദാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു സൂചിപ്പിക്കും. നമ്മുടെ ഇബാദിന്റെ ഒരു പ്രോഗ്രാമാണത്, എല്ലാവർക്കും അറിയാം. തൂബൂ ഇലല്ലാഹി ഇതിൽ കുറച്ചുകൂടെ വാക്കിയിട്ടില്ലേ, തൗബത്തൻ നസൂഹ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഏതായാലും ആ പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഒരു പക്ഷേ ഇബാദിനെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഞാനത് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് മൂപ്പരെ പോലത്തെ ആൾക്കാരുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് ഈ ഒരു സദസ്സിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതേപോലെ തന്നെ ഐഡിയൽ ദായി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മളെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഇതുപോലെ അള്ളാഹനെ പറഞ്ഞു കൊടുക്കുക, റസൂലുള്ളാഹിനെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്താട്ടോ കുറെ കാര്യങ്ങൾ. നാളെ ഈ അടുത്ത് ഒരു ഉസ്താദിനോട് ഒരു കുട്ടി പറഞ്ഞാണ്, നമ്മളെ ഖുർആനൊക്കെ 1500 കൊല്ലം മുമ്പ് ഇറങ്ങിയതല്ലേ, അതൊക്കെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുണ്ട്, ഇനിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ സമയിക്കണം. അതായത് ചിന്താഗതി മാറി, കുട്ടികളുടെ സ്വതന്ത്ര ചിന്താഗതിയിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ വളർന്നു പോയിട്ടുണ്ട്. അത്തരം കുട്ടികൾ പിന്നെ നമുക്കറിയാലോ, ഇന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന കേസാണ് ലഹരി അടക്കമുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വല്ലാതെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
ആ സമയത്തേക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൊച്ചനുജന്മാരെ നിങ്ങൾ ഈ സംഘടനയുടെ ഓരത്തേക്ക് ചേർത്തി കൊടുക്കണം. ഇവരുടെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പറയണം. എന്താണെന്നറിയോ? ഒന്നുമില്ല, നമുക്ക് ആ കുട്ടികളെ കിട്ടണം. ഒരിക്കലും പുതിയ കാലത്തിന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഇവരിലേക്ക് ചേർത്തി കൊടുക്കണം. അവർക്കൊക്കെ ഐഡിയൽ ഗായി എന്നൊക്കെ പറയുന്ന നല്ല പല പദ്ധതികളും ഇബാദിന്റെ ഒക്കെ കീഴിലുണ്ട്. ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ മതി, എന്നാ കുട്ടി രക്ഷപ്പെട്ടോളൂ. അതേപോലെ കാഫിലെ അടക്കമുള്ള പല സംഗതികളുണ്ട്. നിങ്ങളൊന്ന് ആ ഒരു വിഷയം ഒന്ന് പറഞ്ഞു കൊടുക്കി. ഈ ഒരു സദസ്സ് അതറിയൽ അനിവാര്യമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും അത്തരം വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സക്കരിയാനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാമത് പാദയാത്രയാണ്, എല്ലാവരും ഉറക്കം വരുന്ന സമയമാണ്. അപ്പൊ റേഞ്ച് ചെയ്താൻ വേണ്ടിയിട്ട് സലാം ഉറക്കം പറഞ്ഞത്. വലിയ പള്ളി എന്തുകൊണ്ട് അവിടെ ഇവിടെ ആൾക്കാരായതുകൊണ്ട് സദസ്സൊരു അലൈൻമെന്റ് ചെയ്യേണ്ട ആവശ്യം കേട്ടോ. പ്രയാസമില്ലാത്തവർക്ക് മുന്നിൽ ഏതായാലും തങ്ങളെ മെഡിറ്റേഷനാണ്, പിന്നെ ഇഷ്കും തോബയൊക്കെയാണ്. ആ ഇരുന്നതിന്റെ ശേഷം പറയാനുള്ളത്, പ്രയാസമില്ലാത്തവർക്ക് മുന്നിലേക്ക് വന്നാൽ ഐ കോണ്ടാക്ട് വലിയൊരു പ്രധാനമാണ് ക്ലാസ്സിൽ. ഇരുന്ന് ചടങ്ങോ മുദ്രച്ചോ ആവശ്യമുള്ളവര് പോയിട്ട് വരാനല്ലേ. നബി പോയിട്ടല്ലേ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും. ഇത്തികാഫ് ജൽസ എന്ന് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പേരിട്ട് നമ്മളെ മേഖലന്റെ കഴിഞ്ഞ പ്രാവശ്യം കരിങ്ങളത്താണെന്ന് തോന്നുന്നു ആ വട്ടപ്പറമ്പിൽ നടന്നത്. ഇപ്രാവശ്യം മലപ്പുറം ജില്ലാ ഇബാദത്ത് സമിതി സംഘടിപ്പിക്കുന്ന ഒരു ആഹ്വാനം ചെയ്ത പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു സദസ്സ്. എത്രത്തോളം വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ അനുഭവം വെച്ച് പറയണമെങ്കിൽ, ഇബാദിന്റെ SKSFന്റെ ഒരു വിങ്ങാണ് ഇബാദ്. ആ ഇബാദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ഒരു ആഗ്രഹം വെക്കാതെ, ഒരാൾക്കൊന്നും പൈസ വാങ്ങാതെ അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര്, എൻ്റെ നാടന്മാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, വ്യത്യസ്ത മൂല്യന്മാരുണ്ട്. അങ്ങനെ അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാഹിന്റെ വചനോദ്ദേശം മാത്രം ഇറങ്ങിത്തിരിക്കുന്നു എല്ലാവരും ഇത് തന്നെയാണ്. എങ്കിൽ കൂടിയിട്ട് ലക്ഷ്യം ദഅവത്താണ്. എൻ്റെ റിസാലത്തിന് ആരാണ് സഹായിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒന്നാമത്തത് പാടെ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലി. രണ്ടാമത്തത്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് അല്ലെ, ഇരിക്കുന്ന ആരും പഠിച്ചാൽ ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് വന്നതല്ല. ഒരുപക്ഷെ നമുക്ക് ഇതിന്റെ വാല്യൂ മനസ്സിലായിട്ടില്ല, മനസ്സിലായവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഒരു മക്കനപ്പുറം ഒരു ഇഷ്ക് മജ്‌ലിസ് സംഘടിപ്പിച്ചപ്പോൾ വളരെ തൊഫീഖ് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ അവസരം ഉണ്ടായി. അപ്പൊ അതിലൊരു സുഹൃത്ത് മൈക്ക് വാങ്ങിയിട്ട് അങ്ങനെ സംസാരിച്ചു. എനിക്ക് എൻ്റെ റബ്ബ് വല്ലാത്ത അനുഗ്രഹം ചെയ്തത്, നിങ്ങൾക്കൊക്കെ ജനിച്ചപ്പോഴേ കിട്ടിയ ഈ ദീനുൽ ഇസ്ലാമിൽ എനിക്കൊരു 6 വർഷമായിട്ടേ കിട്ടിയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ് എൻ്റെ റബ്ബ് എന്നെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. അവനങ്ങനെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്ത്
തഹജ്ജുദ് നിസ്കാരാണ്. എന്നിട്ട് അവൻ പറഞ്ഞത് എന്റെ വിരലിലെണ്ണാന്ന് തഹജ്ജുദ് മാത്രമേ 6 വർഷത്തിന്റെ ഇടയിൽ പോയിട്ടുള്ളൂ. നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ എത്ര സുബഹി ഖളാ ആയിട്ടുണ്ട്. എന്തേ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ വില മനസ്സിലായിട്ടുള്ള നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താണെന്ന് വെച്ചാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തായിരുന്നത്. ഇത് ബോധ്യപ്പെടുമ്പോൾ കിട്ടുന്ന രസമാണ്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ പുറത്തും അകത്തും ഒരുപാട് ദായിമാർ നടക്കുന്നുണ്ട്. കഴിഞ്ഞ റമദാനില് അങ്ങനെ കുറച്ച് ദായിമാർ മാത്രം ഒരുമിച്ച് കൂടി നിലമ്പൂരൊരു പള്ളിക്ക് ഒരുമിച്ച് കൂടി. അതിൽ 17 ദർസുകളുണ്ട്. അങ്ങനെ രാത്രി ഇത്തികാഫ് ഇതേമാതിരി ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയായപ്പോ പറഞ്ഞു ചന്ദ്രനോട് ഉപമിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും ഇറങ്ങിയാണ്ട് പുറത്തിറങ്ങിയിട്ട് 12-13 അപ്പൊ ചന്ദ്രൻ ഏകദേശമൊക്കെ തെളിഞ്ഞൊന്ന് ഒരു ഇതാണ്. ചന്ദ്രനിൽ നോക്കിയിട്ട് നമുക്ക് ഒരു അശ്രക്ക പാടാന്ന് പറയും. അങ്ങനെ ഈ കുട്ടികളുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പാടുന്ന സമയത്ത് ഒരു കുട്ടി പൊട്ടിടുകയായിരുന്നു. വല്ലാത്ത കരച്ചിൽ നിൽക്കണില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ കുട്ടി പൊട്ടിക്കരഞ്ഞു. അതൊക്കെ ഇവരെങ്ങനെ അടച്ചു നിർത്തിയിട്ട് എന്താ ആ ബൈത്തൊക്കെ കഴിഞ്ഞ് പള്ളിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എന്താളായി കരയാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ഒരാള് പറഞ്ഞു, ഞാൻ ആ ചന്ദ്രനിൽ നോക്കി ഇങ്ങനെ ബൈത്ത് പാടിയപ്പോ ഹബീബിന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നു. നിഷ്കളങ്കരാണ്, അതുകൊണ്ട് കിട്ടി. നമ്മളൊക്കെ തൽബിൽ തൽബിനി ഹബീബ് കയറി വരാല്ലേ, അവര് ഉണ്ടാവില്ല, കൽബ് കടത്തിരുന്നിട്ടുണ്ടാവും. ഇരുത്തം കൊണ്ട് അത് ഒന്ന് പ്രകാശിപ്പിച്ചു തരട്ടെ. അപ്പോ അത്രത്തോളം അതിന്റെ പവർ ഉണ്ട്. പിന്നെ അതില് ഇപ്പൊ അതിന്റെ വേറൊരു പരിപാടിയാണ് വെൽനസ്. അതായത് ലഹരി കടിമപ്പെട്ടവരൊക്കെ ചേർത്ത് പിടിച്ചിങ്ങാണ്ട് അവർക്ക് എന്താണ് ആവശ്യം. നമ്മള് ഡോക്ടറെ അടുത്തേക്ക് രോഗം കൊണ്ട് പോയാൽ തലവേദനയാണ്, കൈവേദനയാണ്, കാൽവേദനയാണ് എന്നൊക്കെ പറയെങ്കിലും ഡോക്ടർ എന്ത് ചെയ്യും, അതിന് റിസർച്ച് ചെയ്തിട്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്തും. ലക്ഷണത്തിനല്ല മരുന്ന് തരിക, രോഗത്തിനാണ്. അങ്ങനെ രോഗത്തിന് മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ മരുന്ന് കുടിക്കുമ്പോൾ ലക്ഷണം മാറും, രോഗം മാറും. എന്നതുപോലെ ഏതൊരു മനുഷ്യനും അല്ലാഹ് എന്ന് വിളിച്ചാൽ അല്ലാഹ് ഉത്തരം ചെയ്യാൻ റെഡിയാണ്. അപ്പോ ആ മനുഷ്യനെ അല്ലാഹ് എന്നുള്ള ഒരു ലഹരിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കലുണ്ടായിരിക്കണം. നമ്മളൊക്കെ നാട്ടിൽ കൂടി കുറെ ലഹരി ഉപയോഗിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ശരിക്ക് എടാ സാരല്ലടാ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചാൽ അകറ്റിക്ക് ഒരുപാട് കുടുംബവും നാടൊക്കെ അകറ്റിയ മനുഷ്യന്മാരെ ചേർത്ത് വെക്കുമ്പോൾ ഉള്ളിൽ സ്മാർക്കുണ്ടാവും. അൽഹംദുലില്ലാഹ് ഈ കരിങ്കിലത്താണി പരിസരത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരു ദായി ഇങ്ങനെ ചേർത്ത് പിടിച്ചു. കഞ്ചാവടിച്ച് പറയാൻ പറ്റില്ല, ഒളിയിരുന്നാലും നടക്കുന്ന മനുഷ്യൻ സ്വന്തം ഉമ്മ വേറെ പേരിലാ പോയി കിടന്ന്, കാരണം സ്വബോധം ഉണ്ടാവില്ലല്ലോ. ആ കുട്ടി അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു ദായി ചേർത്ത് പിടിച്ചതിനാല് 5 വക്ത് നിസ്കാരം തുടങ്ങി. അവസാനം എത്രത്തോളം വെച്ചാൽ അൽഹംദുലില്ലാഹ് ആ കുടുംബം തന്നെ മാഷാ അല്ലാഹ് നല്ലൊരു റാഹത്തുള്ള, ഒരു പ്രതീക്ഷയില്ലാത്ത മോനെ ഒരു ദായ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള. അങ്ങനെ നമ്മൾ കാരണം ഒരു മനുഷ്യന് നന്നായി നമ്മളിങ്ങനെ മാറ്റി നിർത്തുകയാണ്. നമ്മളെ ഇപ്പൊ എല്ലാവരും കയ്യിൽ ഒരു വെള്ള പേപ്പർ വന്നിട്ട് സ്വർഗത്തിക്കുള്ള എസ്റ്റേറ്റ് ഇടാൻ പറഞ്ഞാൽ ആദ്യം അവനാന്റെ പേരുണ്ടാവുക. ശരിക്കും അയാമൊക്കെ എന്ന് ഇസ്ലാമിലില്ല. നമ്മളെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ബേജാറായിട്ട്. മറ്റുള്ളവരൊക്കെ എങ്ങനെയെങ്കിലും കഴിച്ചിലാവും. അള്ളാന്റെ റഹ്മത്ത് ഇപ്പോഴും എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ മാറേണ്ടത് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇബാദത്തിന്റെ വേറൊരു പരിപാടിയാണ് കാഫില എന്ന് പറഞ്ഞ സംഭവം. അൽഹംദുലില്ലാഹ് വയനാട് ഒരു കാഫിലേക്ക് പോയ സമയത്ത് 11 മണിക്ക് 120ഓളം ചെറുപ്പക്കാരെ, ഒരു 10-25 വയസ്സ് 30 വയസ്സ് 20 വയസ്സിന് മുമ്പ് അത്ര പ്രായക്കാർ 120ഓളം ചെറുപ്പക്കാർ അന്ന് ഇശാനി ജമാഅത്തുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് യുക്തിവാദം ലിബറൽസും ഇങ്ങനെ വാഴുന്ന സമയത്ത് യഥാർത്ഥ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാതാകുമ്പോൾ പഠിച്ചോ തന്നെ ഇല്ല എന്നും
അങ്ങനെ മാറിപ്പോണ കുട്ടികളുടെ ഇടയിൽ ശരിക്കും ഒരു ഡിബേറ്റ് നടത്തി അവരെ മാത്രം ആ ഏജ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. അതിൽ രാവിലെ ഫീൽഡ് വർക്ക് ഉണ്ട്. രാവിലെ നമ്മൾ മഹലിക്ക് ചെന്നാൽ ആ മഹലിലെ കുറച്ച് ആൾക്കാർ നമ്മളോട് സഹകരിച്ചു. കുറച്ച് വീടുകളൊക്കെ കാണിച്ചു തരാൻ കുറച്ച് കുട്ടികളുണ്ടാവും. ആ മഹലിൽ എല്ലാ വീടും കയറി ഇറങ്ങും. നമ്മുടെ വീടുകൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിനുള്ളിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹിനെ നോക്കിക്കൊണ്ട് ആരും അറിയാതെ അവരെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അള്ളാഹി റസൂലുള്ളാഹിനെ ഓർമ്മപ്പെടുത്തി കൊടുത്ത് അതിനുള്ള അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഒരുപാട് കുടുംബങ്ങൾ അൽഹംദുലില്ലാ ഇസ്ലാമിലുണ്ട്. അതിനോടൊപ്പം തന്നെ 10 മണിക്ക് തുടങ്ങിയ ടീനേജ് പാരന്റിങ്. എന്താണ് ഉമ്മ, എന്താണ് മകള്, മക്കൾ അമാനത്താണ്, ഉമ്മ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണെന്നുള്ള ബോധ്യപ്പെടുത്തൽ. അതിൻ്റെ ഇടയിൽ കുറെ പ്രശ്നങ്ങൾപ്പെട്ട കുട്ടികളുണ്ടാവും. ആരും അറിയാതെ രഹസ്യമായി അവരുടെ പ്രശ്നങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിഹാരം കാണിച്ചു കൊടുക്കുന്ന പരിപാടി. അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 40 വയസ്സിൻ്റെ മുകളിലുള്ള ആൾക്കാർ, നമ്മളൊന്നും അഡ്രസ് ചെയ്യാത്ത ആൾക്കാരാണ്, അവരെ മാത്രം പള്ളിയിലേക്ക് വിളിച്ചിട്ട് അവർക്ക് എന്താണോ വേണ്ടത്, ഇന്നത്തെ കാലത്തെ ജനറേഷനും അവർ ജീവിച്ച കാലത്ത് എന്ത് ശരി, എന്ത് തെറ്റി, എന്താണ് കുറവുകൾ, അതൊക്കെ പരിഹരിച്ച് യഥാർത്ഥ റൂട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി. അതുപോലെ തന്നെ ചെറിയ മക്കൾ 4 വയസ്സ് 4ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ കുരുന്നുമുട്ടം അല്ലാഹ് റസൂലും ഉപ്പ എന്നുള്ള അങ്ങനത്തെ ക്ലാസ്. മഗ്‌രിബിക്ക് ശേഷം യൂത്ത് മീറ്റ്, അതായത് 20 വയസ്സിന് മുകളിലുള്ള 40 വയസ്സുള്ള ചെറുപ്പക്കാർ, നാടിൻ്റെ നട്ടെല്ലാണല്ലോ ശരിക്കും യൂത്ത് എന്ന് പറയുന്നത്. അവരെ ചേർത്ത് പിടിച്ചാലുള്ള ഗുണം അൽഹംദുലില്ലാ ആ മഹല്ല് ആ യൂത്തിൻ്റെ മുന്നിലാണ്, ആ യൂത്തിൻ്റെ ഏറ്റെടുത്തേക്കാണ്. അതുപോലെ തന്നെ ടീനേജ് ബോയ്സ് ഇന്ന് പല പ്രശ്നങ്ങളിലും അവരാണ് അഡ്രസ് ചെയ്യുന്നത്. ശരിക്കും അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. അപ്പൊ യഥാർത്ഥം ശരിയായ റൂട്ട് കാണിച്ചു കൊടുക്കലാണ് നമ്മളത്. ഇൻഷാ അല്ലാഹ് ഇബാദത്തിന്റെ ഒരു പരിപാടിയാണ് ഐഡിയൽ ദായി എന്നുള്ള പരിപാടി. ആർക്കും അതിൽ പങ്കെടുക്കാം, ഏജ് പ്രശ്നമില്ല. എന്താന്ന് വെച്ചാൽ എന്താണോ നമുക്ക് ഈ കാലഘട്ടത്തിന് അറിയേണ്ട ഇൽമ്, അത് ഇൻഷാ അല്ലാഹ് ഓൺലൈൻ വഴിയായും ഓഫ്ലൈൻ വഴിയായിട്ടും. ഇന്നത്തെ കാലത്ത് പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു ഉസ്താദിയത്തിന്റെ കുറവാണ്. ഒരു ഉസ്താദിയത്ത് ഉണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് ഒരു ഉസ്താദിയത്ത് ഉണ്ടെങ്കിൽ ആ ഉസ്താദ് കാണുമല്ലോ കേൾക്കുമല്ലോ അല്ലെങ്കിൽ ഉസ്താദ് എന്നുള്ള ചിന്തയിൽ കുറെ തെറ്റിൽ നിന്നാണ് മാറി. നിലവിൽ ഇന്ന് ആ സംവിധാനമല്ല, അത് ഉണ്ടാക്കിയെടുക്കലാണ് അതിന്റെ ലക്ഷ്യം. അതിലൂടെ ഇന്നത്തെ എല്ലാ ചോദ്യത്തിനും അൽഹംദുലില്ലാ ഇസ്ലാമിൽ ഉത്തരം. ആ വിഷയം ഡീപ്പായിട്ട് പഠിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മളെ ഗസലൊക്കെയാണ് അതിൻ്റെ ഇവിടുത്തെ കോർഡിനേഷന്. അപ്പം അതിൽ ചേർന്നവരോട് നമ്പർ കൊടുക്കുക. പിന്നെ കാഫിലയിൽ വൈകുന്നേരം നടക്കുന്ന ഇഷ്ക് മജ്ലിസ്, തോബ മജ്ലിസ്, ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ശബ്ദം ശ്രമിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഓരോരോ സാഹചര്യത്തിൽ ജീവിച്ചു പോകുന്നവരാണ് അല്ലേ? നമ്മളൊക്കെ നമ്മളതായിട്ടുള്ള ശരികളിലാണ് ജീവിക്കുന്നത്. നമ്മളെ ശരിയും തെറ്റും ശരിക്ക് ഒരു AC-യും ഫ്രിഡ്ജും വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു യൂസർ മാനുവൽ കമ്പനി തരും, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ട്. AC കയറുന്നാൽ ഫ്രിഡ്ജ് കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല, ഫ്രിഡ്ജ് കയറുന്ന AC അതിൻ്റെതായ ഇതിനെ അത് പറ്റുള്ളൂ, അതിൻ്റെ പർപ്പസ്. എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചു, നമുക്കുള്ള റോൾ മോഡലായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബാണ് നമ്മളെ യൂസർ മാനുവൽ. ആ ഹബീബ് പറഞ്ഞ രീതിയിൽ നടക്കലാണ് നമ്മളെ ശരി, അല്ലാത്തത് എന്താണ് തെറ്റാണ്. ശരിക്കും നമ്മളെ ശരിയും തെറ്റും നമ്മളതായ ന്യായം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ സ്വാഭാവികമായിട്ടും ഈ ഇരിക്കുന്ന സദസ്സിലേക്ക് കുറച്ച് ഡോക്ടേഴ്സ് വന്നിട്ട് നമ്മളെല്ലാവരും ബ്ലഡിന്റെ സാമ്പിൾ എടുത്തു നോക്കുക. എന്നിട്ട് ഇവിടുന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് പറയാൻ ഇതിലുള്ളൊരു 10 ആൾക്കാര് ഒരാഴ്ച കൊണ്ട് മരിക്കും എന്ന് പറയാം. ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കണം, ഒരാഴ്ച കൊണ്ട് മരിക്കും എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ഡോക്ടേഴ്സ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തന്നെ 2 ആളപ്പം തന്നെ മരിച്ചു കൊണ്ട് നിൽക്കാം. പിന്നെ ബാക്കി എത്ര ആളുള്ളത്? 8 ആളുള്ളത്. പക്ഷെ ആളെ പറയുന്നില്ല, ആളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞത് സത്യമാണ്, റിസൾട്ട് ഒക്കെയാണ്, സത്യം നടക്കുകയും ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ ആര് എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ആ ഒരാഴ്ചത്തെ നമ്മുടെ ജീവിതത്തേക്കാരണം ഓരോരുത്തരും ചിന്തിക്കാം. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ പോകേണ്ടത് ഞാനേക്കാരെന്നുള്ള ഒരു ചിന്ത വന്നാൽ പിന്നെ നമ്മളെ നിസ്കാരം, നമ്മളെ പ്രവർത്തനം, ഉമ്മാനോടുള്ള സംസാരം,
ഉപ്പാനോടുള്ള സംസാരം, സമൂഹത്തോടുള്ള പെരുമാറ്റം, സുന്നത്ത് നിസ്കാരത്തിനൊക്കെ വല്ലാത്തൊരു ഇതാക്കണം. പള്ളിക്ക് തന്നെ അരങ്ങി പോണ സമയത്ത് ഒരാളെ തച്ചു തിരിച്ചു തല്ലോ ഒരിക്കലില്ല. കാരണം ഇനി ഒരാഴ്ച നമ്മൾ മരിക്കും എന്നുള്ള അറിവ് തിരിച്ചറിവാകുമ്പോഴേ നമ്മളൊക്കെ ജീവിതത്തിന് മാറ്റം വരും. ഒരു പക്ഷേ അസ്രായേലിന് അള്ളാഹു കൊടുത്ത ലിസ്റ്റിൽ നാളെ നേരം കൊടുക്കുമ്പോൾ നമ്മളാരെങ്കിലും പേരുണ്ടാവാം. എൻ്റെ ഫോണിന് 2 കൊല്ലം വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാറണ്ടി ഇല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിക്കത്തെ ഹത്തീവ് പറയും, ഈ മനുഷ്യൻ ദുനിയാവിലെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ കടപാടുണ്ടെങ്കിൽ കുടുംബങ്ങൾ പറഞ്ഞ് ശരിയാക്കണം. അതുപോലെ തന്നെ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടിക്കണം എന്നാണ്. ശരിക്കും മരിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ളതല്ലല്ലോ അല്ലെ? ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇൻഷാ അല്ലാഹ് അബ്ദുള്ള മനുഷ്യൻ തങ്ങളെ പറയുമ്പോൾ നമുക്ക് യഥാർത്ഥ ഒരു ലക്ഷ്യം ഉണ്ടോ? ശരിക്കും ബഹിരാകാശ യാത്ര ചെയ്യുന്ന ആൾക്കാര് 6 മാസം മുമ്പേ എന്ത് ചെയ്യും? ഭക്ഷണത്തിന്റെ ഇതൊക്കെ കുഴപ്പം. സാധാ ഭക്ഷണങ്ങൾ അവർ കഴിക്കൂല, ഡ്രൈ ഫ്രൂട്ടാ കഴിക്കാം. അവരെ ജീവിതാഭിലാഷമായ ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി സ്വപ്നം കണ്ട് അവർ 6 മാസം മുമ്പേ പ്രിപ്പയർ ആവും. ശരിക്ക് നമ്മള് ദുനിയാവില് ജീവിക്കുന്നുണ്ട്. ഇത് അവസാനല്ല ജീവിതമല്ലല്ലോ, ഇനിയൊരു ജീവിതം വരാണ്ടല്ലോ. ഇനി 2 ജീവിതം കഴിയാണ്. ശരിക്കും നമ്മളെ യഥാർത്ഥ ലക്ഷ്യം, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഹജ്ജിന് പോകാൻ നിൽക്കുക. ആ മനുഷ്യൻ ഹജ്ജ് ചെയ്ത് നാട്ടിലേക്ക് വന്ന് എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് സമയത്താണ് അയാൾ മനുഷ്യമെങ്കിൽ അയാളെ ഹജ്ജ് എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട് അയാൾ. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം, ദുനിയാവിലെ ഏറ്റവും വലിയ ലക്ഷ്യം ആക്കിപത്ത് നന്നാകലാണെങ്കിൽ ആ മനുഷ്യന് മാറ്റങ്ങൾ വരില്ലേ? ജീവിതത്തിൽ ഓരോ സെക്കൻഡും തള്ളി നിൽക്കുന്നത് എൻ്റെ അടുത്ത സെക്കൻഡ് എൻ്റെ മരണാണെങ്കിലോ എന്നുള്ള പേടിയിൽ ആ മനുഷ്യൻ ഓട്ടോമാറ്റിക്കലി. മാത്രമല്ല ആ മനുഷ്യന്റെ ലക്ഷ്യം എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടലാണ് എന്നുള്ളൊരു ശക്തിക്കെത്തിയാൽ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ അങ്ങനത്തെ ലക്ഷ്യം വേണ്ടേ? നമ്മളൊക്കെ ജീവിക്കുന്നത് പലർക്കും പല സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. ദുനിയാവിൽ നമുക്കൊക്കെ സ്വർഗത്തിൽ പോണ്ടേ? ഓക്കെ. ശരിക്കും നമുക്കൊരു സാധനത്തിന് ആഗ്രഹം വരുമ്പോഴാണ് അതിലേക്കുള്ള ലക്ഷ്യം വരിക അല്ലെ? എന്തിനാണ് സ്വർഗത്തിൽ പോകണമെന്ന് വെച്ചാൽ എന്താ ഉത്തരം പറയാൻ? സ്വർഗത്തേക്ക് എന്തിനാ പോണേ? എന്തിനാ സ്വർഗത്തിൽ പോണേ? സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ശരിക്കും ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ അതിനൊക്കെ ഒരു കനവ് വേണ്ടേ? ഇന്നിപ്പോ നമ്മൾ ഈ മജ്‌ലിസിൽ വന്നിരിക്കണത് ഇവിടുന്ന് ഒന്നും പറയുന്ന ഒന്നും തിരിഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് അഥവാ ലൈലത്തുൽ ഖദർ ആഗ്രഹമാണെങ്കിൽ 1000 മാസങ്ങളേക്കാൾ ഇരുന്ന പോലും ഇന്ന് കിട്ടുന്ന എഴുതിയിട്ടാ അല്ലേ? അല്ലെങ്കിൽ ആരെയും മെനക്കെട്ടിൽ ഉസ്താദ് പറഞ്ഞു, ഒരു മനുഷ്യൻ നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിച്ചിട്ടും നരകത്തെ പേടിച്ചിട്ടാണ് ഇബാദത്ത്. ശരിക്കും യഥാർത്ഥ രസം ഇതിലല്ലല്ലോ. അരിഫീങ്ങള് സ്വർഗായാലും പോലല്ല, നരകായാലും പോലല്ല, തന്നെ മതി എന്നുള്ള ആ ഒരു ലെവലിലേക്ക്. അതാണ് യഥാർത്ഥ അർത്ഥത്തിൽ. ശരിക്ക് നിങ്ങളെന്തിനാ സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? മലപ്പുറത്തെ ചെറിയ കുട്ടിനോട് ചോദിച്ചു, നിങ്ങളെന്തിനാ സ്വർഗത്തിൽ പോകണമെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറയാൻ മറുപടി ഉണ്ട്. പറയട്ടെ, ആ കായിന് ചെലവില്ലാതെ അടിച്ചു കൊണ്ട് ജീവിച്ചാന് അതുകൊണ്ടല്ലേ. ശരിക്ക് ദുനിയാവിൽ ഏതെങ്കിലും ഒരു സാധനം, ദുനിയാവും സ്വർഗം എങ്ങനെ കമ്പയർ ചെയ്യാം? എങ്ങനെ കമ്പയർ ചെയ്താലും അതിന്റെ മേലെയാണ് സ്വർഗം എന്നാ. ദുനിയാവില് നമ്മളൊക്കെ ഇതിൽ കുറെ ആൾക്കാർ വിവാഹം കഴിച്ചു വരാം. എന്തായാലും ഏത് സംഗതി ആയിക്കോട്ടെ, നമുക്ക് ഫുഡ് ഇഷ്ടമാണ്. നമ്മള് ഒരു അൽഫാം മന്തി മുന്നിൽ കൊടുന്ന് വെച്ചിങ്ങാണ്ട് അതിങ്ങനെ മൈനോൺസ് ഒക്കെ മുക്കി
ഇങ്ങനെ തിന്നുന്ന സമയത്ത് വല്ലാത്തൊരു വൈബുണ്ട് അല്ലേ? ഭയങ്കര രസമാണ്. എന്നാൽ 10 പ്ലേറ്റ് അൽഫാം മന്തി മുന്നിൽ വെച്ചിട്ട് തിന്നാൻ നീച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദ്യം തിന്നീൻ്റെ അത്ര ടേസ്റ്റ് അവസാനം തിന്നീന് ഉണ്ടാവില്ല അല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ കഴിക്കും തോറും ടേസ്റ്റ് കുറയും. അതേപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. എന്നാല് സ്വർഗത്തെ സംബന്ധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലാത്ത രസമല്ലേ? ഒരു പഴം ഇങ്ങനെ തിന്നാൻ പോവുകയാണെങ്കിൽ അത് കഴിച്ചാൽ അതിനേക്കാൾ ടേസ്റ്റില്ല 2 പഴം പത്ത്. പിന്നെ വിസർജ്ജല്ല നേമൊക്കെ മുട്ടാൻ പിന്നെ ആഴ്ചയിലൂടെ സൗന്ദര്യം ഇങ്ങനെ കൂടും. ഇൻഷാ അല്ലാഹ് സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മെല്ലെ ഓടിച്ചു പോവുകയാണ്. ദുനിയാവിലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ഭാര്യനെ 100% ഭാര്യ പറഞ്ഞ മാതിരി അവളെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് വെച്ചാൽ കഴിയില്ല. അതേമാതിരി തന്നെ നമുക്ക് പോലെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അവരുദ്ദേശമാരി ദുനിയാവിലൊക്കെ പരസ്പര അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതിന്റെ ക്ലിയറൻസ് എവിടെ ഉണ്ടാകുക? നാളെ ആഖിറത്തിലാണ്. അതുപോലെ തന്നെ അള്ളാഹു പരീക്ഷിക്കും അല്ലേ? നമ്മളൊക്കെ ചോദ്യത്തിന്റെ അടിയിലുള്ള ഇതാണ്. നമ്മളൊക്കെ പരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണം വരാം കണ്ണ് കാണാത്തത്, അതേമാതിരി രോഗം, കടം, ക്യാൻസർ, ഇതൊക്കെയാണ് നമ്മൾ പരീക്ഷണക്കുക. എന്നാല് എല്ലാം പരീക്ഷണമാണെന്നാണല്ലോ പറഞ്ഞത്. ഉള്ളതും പരീക്ഷണമാണ്, ഇല്ലാത്തതും പരീക്ഷണമാണ്. ഈ ഇരിക്കുന്ന നമ്മൾ ഏറ്റവും പരീക്ഷണമാണ്, പുറത്തവിടെ കടന്നു പരീക്ഷണമാണ് അല്ലേ? നമ്മളെ ജീവിതത്തിലെ എല്ലാം പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിൽ നല്ല തിന്മയിൽ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇതായിരിക്കും നമ്മുടെ നാളത്തെ റിസൾട്ട് അല്ലേ? അപ്പൊ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഒന്നാമത്തെ ഏറ്റവും ചെറുത് അവിടെയുള്ള സുഖങ്ങൾ ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തുള്ളത് എന്താ വെച്ചാൽ എന്റെ റബ്ബിനെ കാണാന്നുള്ള സംഭവം അത് മനസ്സിൽ കയറിയത്. എന്തിനാണ് അള്ളാനെ കാണുന്ന ഒരു കുട്ടിയോട് കുട്ടികൾ അള്ളാനെല്ലാവരുടെ കാര്യം കാണാം. കാരണം ഈ പള്ളി ഇത്ര മനോഹരാണ്, ഈ തന്ന നിഅമത്ത് എത്രയോ വലുതാണ്, ഈ പ്രപഞ്ചം വല്ലാത്ത സൗന്ദര്യം ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ സ്വർഗം കേട്ടപ്പോൾ വല്ലാത്ത ആനന്ദമാണ്. ആ സ്വർഗത്തിനേക്കാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പടച്ച റബ്ബ്, ആ റബ്ബിന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ഈ വാക്കി തങ്ങൾ പറയും. ഞാൻ ജസ്റ്റ് തങ്ങൾക്ക് ഇബാദിന്റെ വേറൊരു പരിപാടിയാണ് ഇസ്തിറാഹ. ആഴ്ചകളിൽ വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് അബ്ബാസലി ശിഹാബ് തങ്ങളെ ഇജാസത്തോടുകൂടെ 1 മണിക്കൂർ അസ്മാഉൽ ഹുസ്നി ചെറിയൊരു നസീഹത്തൊക്കെ ആയിട്ട് നമ്മളെ മേഖലയുടെ ഓരോ യൂണിറ്റുകളിലും വിവിധ തരം യൂണിറ്റുകളിൽ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഈ പള്ളിയിലും കഴിഞ്ഞ 6 മാസത്തിന്റെ ഇടയ്ക്കൊന്ന് നടന്നിട്ടുണ്ട്. ഇതാണ് ഇബാദിന്റെ പരിപാടി. അതിന്റെ പരിപാടിയിൽ മറ്റ് യാതൊരു ഇതുണ്ടാകില്ല, സാമ്പത്തികമായിട്ടുള്ള കഴിവോ അതൊക്കെ വേറെ രീതിയിൽ ഇങ്ങനെ കണ്ടെത്തിയായിരിക്കും ആരെങ്കിലൊക്കെ കണ്ടിട്ട്. ഇതിന്റെ ലക്ഷ്യം ആർക്കെങ്കിലും ഒരു സമയം അള്ളാഹ് എന്നുള്ളൊരു ഓർമ്മ വന്നു കഴിഞ്ഞാൽ അത് മതി എന്നുള്ളത്. അതിലൂടെ നമ്മളൊക്കെ മക്കള് അല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം ഖബറിലും ആദ്യത്തെ എല്ലാ ആഴ്ചയും ഉണ്ടാവും, പിന്നെ മാസത്തിലായി കൊല്ലത്തിലായി. പക്ഷെ ഒരു നന്മക്കാർക്കെങ്കിലും സബബാകാണെങ്കിൽ ഞാൻ ഖബറിൽ പോയി കിടക്കുന്ന സമയത്ത് എനിക്കതൊക്കെ ഖിയാമത്ത് വരെ വരും എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതിന് ഒരു ബിരുദവും വേണ്ട, ഒന്നും വേണ്ട, നിയ്യത്ത് നന്നായാൽ മതി. പിന്നെ പറയുന്ന അല്ലാഹു റസൂലുള്ളാഹിനെ അതിന് വഴി പ്രബോധിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആത്മാർത്ഥമായ ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഈ സദസ്സിലേക്ക് വരേണ്ട ഒരാള് നമ്മളെ ഇബാദിന്റെ ചെയർമാൻ രാവിലെ മുതൽ നല്ല അസ്വസ്ഥതയിലാണ്. വരണം അതിയായ ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല, ശാരീരിക പ്രയാസത്തിലാണ്. നോക്കട്ടെ. അൽഹംദുലില്ലാഹ് എല്ലാ അർത്ഥത്തിലും സഹായിക്കണം. അതുപോലെ തന്നെ മേഖല ഭാരവാഹികൾ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായിട്ടും എല്ലാ നിലയ്ക്കും സഹായിക്കണം. എല്ലാവർക്കും ഉറപ്പമായ കൊടുക്കാൻ നൽകട്ടെ. അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം എത്തിയിട്ടുണ്ട്, എൻ്റെ കടമ എന്നുള്ള നിലക്ക് പറയണേ. അള്ളാഹു അവർക്കൊക്കെ ഏറ്റവും ഉന്നതമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് മൈക്ക് കൈമാറാണ്. ഒന്നും കൂടി ഇങ്ങനെ അടുത്തേക്കായാൽ അവരൊക്കെ നാളത്താവല്ലേ ആ ബാക്കിലിരിക്കുന്ന പ്രയാസം വരണ്ട. ഇൻഷാ അല്ലാഹ്.
കാഫില റമദാൻ ചെയ്യുന്ന എല്ലാ ഞായറാഴ്ചകളിലും നടക്കും. ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഗസാലേക്കൊക്കെ തുടങ്ങാൻ അൻവർക്ക എന്തായാലും പോണം. അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ എല്ലാവരും അവന്റെ പ്രീതി കാക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കുറേ നേരം ഇരിക്കലോയിട്ട് അല്ലേ, കാല് മുട്ട് വേദനുണ്ടാവും, തരിപ്പുണ്ടാവും. ഇന്ന് നിന്നാലോ നമുക്കല്ലേ ബുദ്ധിമുട്ടില്ലായിരിക്കും കിട്ടും. അവിടുത്തെ മതം എത്ര പറഞ്ഞാലും പുകഴ്ത്തിയാലും നമ്മൾക്ക് മതിയാവില്ല. നമ്മൾ വിദ്രിയ എന്ന ആത്മീയ സമൂഹത്തിലാണ്. ജവാബില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് രാത്രിയിലാണ്. എല്ലാ രാവുകളും, അറഫയുടെ രാവ്, ബറാത്തിന്റെ രാവ്, വെള്ളിയാഴ്ചയുടെ രാവ്, ഇതൊക്കെ പവിത്രമായ രാത്രികളാണ്. ഈ രാത്രിക്ക് പകലിനേക്കാൾ മഹത്വമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സാധ്യമാകുന്നവരൊക്കെ കണ്ണടച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തിയുറങ്ങുന്ന പരിശുദ്ധ റൗദയിലെ ആ പച്ചക്കുബ്ബ നമ്മുടെ ഓരോരുത്തരുടെയും കൽബിലേക്ക് വന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പറയണം: നജാതി ഫീ മദ്ഹിൽ ഹബീബി മുഹമ്മദി റജാഇ ബിഹി ഔഫൻ വഫൗസൻ വരിദ്വാനു സ്വലാത്തും വതസ്ലീമുൻ وأزكى تحيتي على المصطفى المختار خير البرية نبي نشا ما بين زمزم والصفا وضاءت له في شرق والغرب بلدان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية شرف في الخلق من قبل بعثه وكم هتفت في البعث جن وكهان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية نعملك بسرى حمل آمينة به فشق له في ليلة المضع بال صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية جئنا من الأخبار أن بوضعه أضاعت له بالنور بسرى وكنعان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية جاء مخزونا ختان إلهه لكي لا يراه حين يختان إنسان صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية نسقنا له في المعجزات أجائبا يسير بها بين الخلائق
وأزكى تحيتي على المصطفى المختار خير البرية. يحدث أن الماء من كفه جرى إلى أن كفى من كف من هو عطشان. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. يروى حديثا إنه كان من وراء يرى كل من يدنو ويعلم إنبانه. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. الشهب يبدو للشياطين رجمها ومن قبله ما كان يرجم شيطانه. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ينام ونغفو وهو بالليل ساهر وإن هجت عيناه فالقلب يقظان. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. يسود بمن ساد النبيين كلهم وأعلى له دينا على الدين ديان. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. نبي ولكن فوق سبع من السماء لقد خصه بالحب والقرب رحمن. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. نسير منير الوجه بان جلاله عليه من الفخر الإلهي تيجان. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. يحف به يوم الحساب لشأنه فثم له شغل إذا عظم الشان. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. يرجيك يا خير البرية كلها ليوم البروز
അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും അവിടുത്തെ ജന്മങ്ങളും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വെയ്ത്ത് പാടിയത്. നമ്മൾ നിന്നിട്ട് വെയ്ത്ത് പാടിയപ്പോൾ നിൽക്കാൻ കഴിവില്ലാത്ത ആളുകളൊക്കെ ഇരുന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ഹബീബിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബി നമ്മളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് എല്ലാവരും